ഹലോ വെൽക്കം ടു ന്യൂ മിക്സ് ലേണിംഗ്സ്. അഫീഫ് അലിയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഉഷാറല്ലേ? നമ്മുടെ SSLC മാത്സ് റിവിഷൻ സീരീസിലെ 27ാമത്തെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SSLC മാത്സിലെ 11ാമത്തെ ചാപ്റ്ററായ ജോമെട്രി ആൻഡ് ആൽജിബ്ര, ജാമിതിയും ബീജഗണിതവും എന്ന് പറയുന്ന ചാപ്റ്ററിലെ പാർട്ട് 4 വീഡിയോ ആണ്. നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോ കാണാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരേണ്ടതാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് SCERT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ബിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഡിയാണല്ലോ? അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. റെഡി? അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താ? ഇൻ ദി പിക്ചർ എ ലൈൻ ഇന്റർസെക്ട് ദി ആക്സിസ് at A and B with OA is equal to 5 and OB is equal to 3. എന്താ സംഭവം? നമ്മുടെ കയ്യിൽ ഒരു Y ആക്സിസ് ഒരു X ആക്സിസ് ഉണ്ട്. എന്നിട്ട് ഇതിലൊരു ലൈൻ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഈ പോകുന്ന പോയിന്റ് A എന്നും ഈ കാണുന്ന പോയിന്റ് B എന്നും കൊടുത്തിട്ടുണ്ട്. ഇതിനെ O എന്നും കൊടുത്തിട്ടുണ്ട്. റെഡിയാണല്ലോ? OAയുടെ ലെങ്ത് 5 എന്നും OBയുടെ ലെങ്ത് 3 എന്നും കൊടുത്തിട്ടുണ്ട്. കൃത്യമാണല്ലോ? ഇനി വാട്ട് ആർ ദി കോർഡിനേറ്റ്സ് ഓഫ് A ആൻഡ് B? A എത്ര, B എത്ര എന്നാണ് ചോദിച്ചത്. റെഡി? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഇക്വേഷൻ. നമുക്ക് ഇതിന്റെ സ്ലോപ്പ്, ചെരിവ് കാണണം, ഈ ലൈനിന്റെ ഇക്വേഷനും കാണണം. റെഡിയാണല്ലോ? ദെൻ കാൽക്കുലേറ്റ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി സർക്കം സെന്റർ ഓഫ് ദി ട്രയാങ്കിൾ OAB. ട്രയാങ്കിൾ OAB എന്ന് പറയുന്ന ത്രികോണത്തിന്റെ സർക്കം സെന്റർ, അതായത് സർക്കം സർക്കിളിന്റെ കേന്ദ്രം കാണണം. റെഡി? ഇതിന്റെ മലയാളം ഒന്ന് നോക്കാം. മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേ. ചിത്രത്തിൽ ഒരു വര അക്ഷങ്ങളെ A, B എന്നീ ബിന്ദുക്കളിൽ മുറിക്കുന്നു. OA 5, OB 3. A, B എന്നീ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതുക. സിമ്പിൾ ആണ്. ദെൻ വരയുടെ ചെരിവ് കണക്കാക്കുക, വരയുടെ സമവാക്യം എഴുതുക. OAB എന്ന ത്രികോണത്തിന്റെ പരിവൃത്ത കേന്ദ്രത്തിന്റെ സൂചക സംഖ്യകൾ എഴുതുക. ഒന്ന് നോക്കിക്കേ. 1, 3, 4, 1, 5 മാർക്കിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിതൊന്ന് ചെയ്യാം. മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചോ. നമ്മുടെ കയ്യിൽ ഈ ഒരു പിക്ചർ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചേ. ഇത് A എന്നും ഇത് O എന്നും ഇത് B എന്നും തന്നിട്ടുണ്ട്. OAയുടെ നീളം 5 എന്നും OBയുടെ നീളം 3 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ A എത്ര, B എത്ര എന്നാണ് ചോദിച്ചത്. മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചോ. അപ്പൊ നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് ആദ്യം A ആണ്. Aയുടെ സൂചക സംഖ്യ ഒന്ന് പറഞ്ഞേ. ഇവിടെ മുതൽ ഇവിടം വരെ 5 ആണ്. അപ്പൊ ഈ പോയിന്റ് എത്രയായിരിക്കും? 5. അപ്പൊ X എത്രയാണ്? 5. എടാ, ഈ പോയിന്റ് എവിടെയാണ് കിടക്കുന്നത്? ഈ പോയിന്റ് X ആക്സിസിലാണ്. അങ്ങനെയെങ്കിൽ അതിന്റെ Y എന്തായിരിക്കും? 0 ആയിരിക്കും. സോ 5, 0, 5, 0. സെറ്റ് ആണല്ലോ? അങ്ങനെയെങ്കിൽ B എന്ന് പറയുന്ന പോയിന്റിന്റെ സൂചക സംഖ്യ എന്ന് പറഞ്ഞ് ഈ പോയിന്റ് എവിടെയാണ് കിടക്കുന്നത്? Y ആക്സിസിലാണ്. മക്കളെ ശ്രദ്ധിച്ചേ. ഈ പോയിന്റ് എവിടെയാണ് കിടക്കുന്നത്? Y ആക്സിസിലാണ്. Y ആക്സിസിലാണെങ്കിൽ അതിന്റെ X സൂചക സംഖ്യ, X കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. Y എത്രയാണ്? 3 ആണ്. അപ്പൊ A നമുക്ക് കിട്ടി എത്രയാണ്? 50. B നമുക്ക് കിട്ടി എത്രയാണ്? 03. അപ്പൊ ഞാനിവിടെ എഴുതുകയാണ് A എത്രയാണ്? 50 ആണ്. B എത്രയാണ്? 03 ആണ്. ഇത് നമ്മൾ ഇവിടെ കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ മക്കളെ? അങ്ങനെയെങ്കിൽ ഇതിന്റെ B ക്വസ്റ്റ്യൻ എന്ന് നോക്കിക്കേ. കാൽക്കുലേറ്റ് ദി സ്ലോപ്പ്. ഈ വരയുടെ ചെരിവ്, ഈ വരയുടെ ചെരിവാണ് കാണുന്നത്. മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചോ. ചെരിവ് കാണാൻ സ്ലോപ്പാണ് നമ്മൾ എഴുതി. സ്ലോപ്പ് അഥവാ ചെരിവ് കാണാനുള്ള ഇക്വേഷൻ. മക്കളെ ചെരിവ് കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞേ. M is equal to, നന്നായിട്ട് ശ്രദ്ധിച്ചോ, M is equal to y2 minus y1 divided by x2 minus x1. This is equal to M is equal to ഏതാ? y2. രണ്ടാമത്തെ y ഏതാണ്? 3 ആണ്. രണ്ടാമത്തെ y ഏതാണ്? 3 ആണ്. അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു? 3 മൈനസ് y1 ഏതാണ്? 0. 3 മൈനസ് 0. അടുത്തതോ 0 മൈനസ് 5. അതായത് M is equal to 3 by minus 5 കിട്ടി. അതായത് M is equal to minus 3 by 5 കിട്ടി. സെറ്റ് ആണല്ലോ? അപ്പൊ സ്ലോപ്പ് നമുക്ക് A ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. സ്ലോപ്പ് ചെരിവ് നമുക്ക് എത്ര കിട്ടി? -3/5.
മക്കളെ സെറ്റ് ആണല്ലോ, സിമ്പിൾ ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഇതിൽ തന്നെ രണ്ടാമത്തെ ഒരു പാർട്ട് ഉണ്ട്. എങ്ങനെ? ഇതിൽ തന്നെ രണ്ടാമത്തെ ഒരു പാർട്ട് ഉണ്ട്. എന്താണ് ഇതിലെ രണ്ടാമത്തെ പാർട്ട്? റൈറ്റ് ഇറ്റ്സ് ഇക്വേഷൻ. എന്താണ്? ഈ വരയുടെ സമവാക്യം എഴുതുക. എടാ, വരയുടെ സമവാക്യം എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വരയുടെ സമവാക്യമാണ് നമ്മൾ എഴുതുന്നത്. മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചോ. എന്താ വരയുടെ സമവാക്യം? എം. വരയുടെ സമവാക്യം എന്താണ്? എം അല്ല, എം is equal to y minus y1 divided by x minus x1. y minus y1 divided by x minus x1. നമുക്ക് എന്ത് ചെയ്യാം? m നമുക്ക് എന്താ കിട്ടിയത്? -3/5 is equal to y minus y1. y1 നമ്മൾ ഏതാ കൊടുത്തത്? y1 നമ്മൾ 0 ആണ് അല്ലെ? y1 ഏതാ? 0 ആണ്. മറ്റേത് x1 എന്താണ്? 5 ആണ്. അതായത് x minus 5. സെറ്റ് ആണല്ലോ. അടുത്തതിൽ നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ -3 into x minus 5 is equal to 5 into y minus 0. ക്ലിയർ ആണല്ലോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്തത് നിങ്ങളൊന്ന് പറഞ്ഞ്. -3 into x. -3 into x എത്രയാണ്? -3x. അടുത്തതോ? -3 into -5. -3 into -5 എന്താണ്? +15 is equal to. അടുത്തത് 5 into y 5y. മറ്റേത് എത്രയാണ്? 0. അത് അവിടെ അങ്ങനെ തന്നെ നിന്നോട്ടെ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് -3x. അപ്പുറത്ത് കിടക്കുന്ന +5y ഇങ്ങോട്ട് വന്നാൽ എന്തായി? -5y. ബാക്കി ഇവിടെ ഒരു +15 is equal to 0. നമ്മൾ ഇതിന്റെ ചിഹ്നം, എല്ലാത്തിന്റെയും ചിഹ്നം ഒന്ന് പോസിറ്റീവ് ആക്കാൻ പോവാണ്. അപ്പൊ 3x + 5y -15 is equal to 0. അടാ, ചിഹ്നം മാറ്റാന്ന് പറഞ്ഞാൽ ഈ മൈനസ് പ്ലസ് ആയി, ഈ മൈനസ് പ്ലസ് ആയി. അപ്പൊ ഈ പ്ലസ് എന്തായി? മൈനസ് ആയി. എല്ലാത്തിന്റെയും ചിഹ്നം മാറ്റി എഴുതി. അങ്ങനെയെങ്കിൽ ഈ കാണുന്ന വരയുടെ സമവാക്യം, ഇക്വേഷൻ ഓഫ് ദി ലൈൻ 3x + 5y -15 is equal to 0. സെറ്റ് ആണല്ലോ മക്കളെ? ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, ഞാൻ ഇപ്പുറത്ത് ചെയ്യാം. എന്താ? AOB എന്ന ത്രികോണത്തിന്റെ AOB എന്ന ത്രികോണത്തിന്റെ പരിവൃത്ത കേന്ദ്രത്തിന്റെ സൂചക സംഖ്യ എഴുതുക. എടാ, AOB എന്ന് പറയുന്ന ത്രികോണം എന്ത് ത്രികോണമാണ്? റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പൊ നമ്മൾ എഴുതാണ് ട്രയാങ്കിൾ OAB. എന്ത് ത്രികോണമാണ്? മട്ടത്രികോണമാണ്. മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചോ. നമ്മൾ ഇവിടെ എഴുതാണ് എന്ത്? മട്ടത്രികോണമാണ്. ഇംഗ്ലീഷ് എന്താണ്? റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇംഗ്ലീഷ് എന്താണ്? റൈറ്റ് ട്രയാങ്കിൾ. നമ്മൾ ചുരുക്കി ഇങ്ങനെ എഴുതി റൈറ്റ് ട്രയാങ്കിൾ. സെറ്റ് ആണല്ലോ. എടാ, നമ്മള് രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ്, വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. മട്ടത്രികോണമാണ്. ഒരു കോണ് 90 ഡിഗ്രി ആണെങ്കിൽ, ശ്രദ്ധിച്ചോ, ഒരു കോണ് 90 ഡിഗ്രി ആണെങ്കിൽ ഈ 90 ഡിഗ്രിയിലൂടെ വൃത്തം കടന്നു പോകും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 90 ഡിഗ്രിയുടെ വൃത്തം കടന്നു പോവുകയാണെങ്കിൽ ഈ കാണുന്നത് വൃത്തത്തിന്റെ എന്തായിരിക്കും? വ്യാസം അഥവാ ഡയമീറ്റർ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ആംഗിൾ ഫോംഡ് ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അതായത് എയിലൂടെയും ഒയിലൂടെയും ബിയിലൂടെയും കടന്നു പോകുന്ന ഒരു സർക്കിൾ വരക്കണം. ഇവിടെ ഉണ്ടാകുന്ന കോണ് 90 ഡിഗ്രി ആണെങ്കിൽ ഈ കാണുന്ന AB എന്തായിരിക്കും? ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. നമ്മൾ വരക്കാൻ പോകുന്ന വൃത്തത്തിന്റെ വ്യാസമാണ്. എടാ, വ്യാസം ഇതാണെങ്കിൽ ആരം എവിടെയായിരിക്കും? AB എന്ന് പറയുന്ന വരയുടെ മധ്യബിന്ദുവാണ് സെന്റർ. ശ്രദ്ധിച്ചോ, AB എന്ന് പറയുന്ന വരയുടെ മധ്യബിന്ദുവാണ് സെന്റർ. അപ്പൊ നമുക്ക് കേന്ദ്രം കിട്ടണമെങ്കിൽ, നന്നായിട്ട് ശ്രദ്ധിച്ചോ, കേന്ദ്രം കിട്ടണമെങ്കിൽ എന്ത് കണ്ടാ മതി? ABയുടെ, മക്കളെ ശ്രദ്ധിച്ചേ, ABയുടെ മധ്യബിന്ദു കണ്ടാ മതി. ABയുടെ മധ്യബിന്ദു. ദി സെന്റർ ഓഫ് ദി സർക്കിൾ, വൃത്തത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ്? മിഡ് പോയിന്റ് ഓഫ് ABയുടെ മധ്യബിന്ദുവാണ്, മിഡ് പോയിന്റ് ആണ്. അപ്പൊ നമ്മളത് കണ്ടെത്താൻ പോവാ. മിഡ് പോയിന്റ്, കേന്ദ്രം കണ്ടെത്താൻ പോവാ. എടാ, കേന്ദ്രം കണ്ടെത്താൻ പോവാ. എങ്ങനെ മിഡ് പോയിന്റ് കാണാം? മിഡ് പോയിന്റ് എങ്ങനെയാണ്? ഇവിടുത്തെ x + ഇവിടുത്തെ x/2, ഇവിടുത്തെ y + ഇവിടുത്തെ y/2. എന്താണ് ഇവിടുത്തെ x y? എന്താ? അത് നമ്മൾ ആദ്യം ഇവിടെ എഴുതി കൊടുക്കാം മക്കളെ. ഇവിടെ എന്തായിരുന്നു? ഇവിടെ 5 ആയിരുന്നു. ഇവിടെ എന്താണ്? 0 ആയിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ എഴുതാൻ പോവാ 5 + 0/2 0 + 3/2. This is equal to 5 + 0 5 ആണ്, അതായത് 5/2. 0 + 3 3 ആണ്, അതായത് 3/2. അതായത് മക്കളെ, ഈ കാണുന്ന ABO അല്ലെങ്കിൽ AOB എന്ന് പറയുന്ന ത്രികോണത്തിന്റെ
പരിവൃത്ത കേന്ദ്രം സർക്കം സെന്റർ ഏതായിരിക്കും? എ ബിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും, മധ്യബിന്ദു ആയിരിക്കും. അത് എത്രയാണ്? 5/2 3/2. സെറ്റ് ആണല്ലോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടി അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോക്കിക്കേ, എന്താ ക്വസ്റ്റ്യൻ? Consider the circle drawn with the line joining -1 2 and 7 8 as diameter. Calculate the coordinates of the center of the circle and its radius. Write the equation of the circle is 0 1 is a point on the circle. എന്താ സംഭവം? -1 2 7 8 ഇവ യോജിപ്പിക്കുന്ന വരവ്യാസമായ വൃത്തത്തിന്റെ, അപ്പോ -1 2 7 8 എന്ന് പറയുന്നത് ഒരു വൃത്തത്തിന്റെ വ്യാസം, ഡയമീറ്ററിന്റെ 2 എൻഡ് പോയിന്റ്സ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ കേന്ദ്രത്തിന്റെ സൂചക സംഖ്യയും ആരവും കണക്കാക്കണം. വി ഹാവ് ടു ഫൈൻഡ് ദി റേഡിയസ് ആൻഡ് കോർഡിനേറ്റ്സ് ഓഫ് ദി സെന്റർ. കേന്ദ്രത്തിന്റെ സൂചക സംഖ്യയും ആരവും നമുക്ക് കണ്ടെത്തണം. ദെൻ വൃത്തത്തിന്റെ സമവാക്യം, ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. അടുത്തതോ, ഈ വൃത്തത്തിലെ ഒരു ബിന്ദുവാണോ 0 1 ഈ വൃത്തത്തിലെ ഒരു ബിന്ദുവാണോ എന്ന് നോക്കണം. സെറ്റ് ആണല്ലോ മക്കളെ. അങ്ങനെയെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു വൃത്തമുണ്ട്. അപ്പൊ ആദ്യം തന്നെ ആ വൃത്തം വരച്ചോ, എന്നാ പിന്നെ അത്രയും ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ ഞാനിതാ ഈ കാണുന്ന ഈ ഭാഗത്ത് ഒരു അടിപൊളി വൃത്തം വരക്കാണ്. വൃത്തം വരച്ചു. സെറ്റ് ആണല്ലോ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ വൃത്തത്തിന്റെ വ്യാസം തന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്? വൃത്തത്തിന്റെ വ്യാസമാണ്. ഇവിടെയാണ് വൃത്തത്തിന്റെ എന്ത് വരുന്നത്? കേന്ദ്രം വരിക. റെഡി ആണല്ലോ. ഇനി 2 പോയിന്റ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഞാൻ ഇതിന് പേര് കൊടുക്കുക, എ ബി എന്ന് പേര് കൊടുക്കാം. എ എന്ന് പറയുന്നത് -1 2, ബി എന്ന് പറയുന്നത് 7 8 ആണെന്ന് നിങ്ങൾ വിചാരിച്ചോ. നമുക്ക് കേന്ദ്രം പി കൊടുക്കാം. സാധാരണ കേന്ദ്രം O ആണ് കൊടുക്കുന്നത്, നമുക്കൊരു വെറൈറ്റിക്ക് പി കൊടുക്കാം, പി. അപ്പൊ നമുക്ക് പിയുടെ സൂചക സംഖ്യ, കേന്ദ്രത്തിന്റെ സൂചക സംഖ്യ കാണണം. അപ്പൊ പി സമം മക്കളെ, പിയുടെ സൂചക സംഖ്യ കാണണം. എങ്ങനെയാ കാണുക? എ ബി എന്ന് പറയുന്ന വരയുടെ മിഡ് പോയിന്റ്, മധ്യബിന്ദു ആയിരിക്കും എന്ത്? പി. മധ്യബിന്ദു കാണാൻ നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാണ് മധ്യബിന്ദു കാണുക? ഇവിടുത്തെ x പ്ലസ് ഇവിടുത്തെ x ബൈ 2, ഇവിടുത്തെ y പ്ലസ് ഇവിടുത്തെ y ബൈ 2 പകുതി. അതായത് -1 പ്ലസ് 7/2 2 പ്ലസ് 8/2. പി സമം -1 പ്ലസ് 7, വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടണം, 6/2. ഇതെത്രയാ? 10/2. അതിനർത്ഥം പി സമം, നന്നായിട്ട് ശ്രദ്ധിച്ചോ, ഇതിനർത്ഥം പി സമം 3 5. പിയുടെ സൂചക സംഖ്യ മക്കളെ നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കാണ്, പിയുടെ സൂചക സംഖ്യ എത്രയാണ്? 3 5. ഇത്രയും സെറ്റ് ആണോ? ക്ലിയർ ആണോ? റെഡി ആണോ? അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതിൽ തന്നെയുണ്ട് കേന്ദ്രത്തിന്റെ സൂചക സംഖ്യ കണ്ടാൽ മാത്രം പോരാ, പകരം എന്തുകൂടി കാണണം? റേഡിയസ് ഓഫ് ദി സർക്കിൾ, വൃത്തത്തിന്റെ ആരം കാണണം. എടാ, വൃത്തത്തിന്റെ ആരം കാണാൻ ഈ കാണുന്ന അകലം കണ്ടാ പോരെ? ഈ പിയിൽ നിന്നും ബിയിലേക്കുള്ള അകലം കണ്ടാൽ മതിയല്ലോ. അപ്പൊ r സമം റേഡിയസ്, r സമം റൂട്ട് ഓഫ് അകലം കാണാനുള്ള ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് x1 - x2 whole square plus y1 - y2 whole square. അതൊന്നും എടുക്കണ്ട. ഇവിടെയുള്ള x 3, ഇവിടെയുള്ള x എത്രയാണ്? 7. ഈ 3 7 ആവാൻ എത്ര ചേഞ്ച് ചെയ്തു? 4 ചേഞ്ച് ആയി. അതായത് 4a² പ്ലസ് ഇവിടെയുള്ള y 5 ആണ്, ഇവിടെയുള്ള y 8 ആണ്. ഈ 5 ഇവിടെ എത്തിയപ്പോൾ 8 ആയി. എത്ര ചേഞ്ച് ചെയ്തു? 3 ചേഞ്ച് ചെയ്തു. അതായത് പ്ലസ് 3a². That means r is equal to root of 4ന്റെ സ്ക്വയർ 16 പ്ലസ് 3ന്റെ സ്ക്വയർ 9. അതായത് r സമം റൂട്ട് ഓഫ് 16ഉം 9ഉം 25 ആണ്. റൂട്ട് 25 r സമം എത്ര കിട്ടി? 5 കിട്ടി. അപ്പൊ എ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി മക്കളെ. എ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. എന്താണ്? സൂചക സംഖ്യ, കേന്ദ്രത്തിന്റെ സൂചക സംഖ്യ നമുക്ക് കിട്ടി. എത്രയാണ്? 3 5 ആണ്. റെഡി അല്ലേ? എങ്കിൽ റേഡിയസ് ആരം നമുക്ക് കിട്ടി. എത്രയാണ്? 5 ആണ്. സെറ്റ് ആണോ? ക്ലിയർ ആണോ മക്കളെ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, ബി ക്വസ്റ്റ്യൻ. റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. സർക്കിളിന്റെ ഇക്വേഷൻ എന്താ? ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ ഞാനിവിടെ എഴുതാണ്. എന്താണ്? ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്താണ്? വൃത്തത്തിന്റെ സമവാക്യം മക്കളെ. വൃത്തത്തിന്റെ സമവാക്യം എന്ന് പറഞ്ഞ് x - x1 whole square plus
y minus y1 whole square is equal to r square. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ x ശ്രദ്ധിച്ചോ, x മൈനസ് x1 കേന്ദ്രത്തിലെ സൂചക സംഖ്യയാണ് 3, x മൈനസ് 3 whole square പ്ലസ് y മൈനസ് y1 കേന്ദ്രത്തിലെ y ആണ് 5 whole square സമം r. റേഡിയസ് എത്രയാണ്? 5 ആണ്, അതായത് 5 സ്ക്വയർ. ഇതൊന്നും കൂടി നമ്മൾ ഇതിങ്ങനെ നീട്ടിപ്പരത്തി എഴുതൊന്നും വേണ്ട കേട്ടോ, ഇതൊന്നും നീട്ടിപ്പരത്തി എഴുതൊന്നും വേണ്ട. അതായത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ രൂപത്തിൽ എക്സ്പാൻഡ് ചെയ്യേണ്ട സാഹചര്യം ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് x മൈനസ് 3 whole square പ്ലസ് y മൈനസ് 5 whole square is equal to 5 സ്ക്വയർ. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. കഴിഞ്ഞു, ഖത്തം ഹോ ഗയ. എന്തായി? നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ, വൃത്തത്തിന്റെ സമവാക്യം കിട്ടി. സെറ്റ് ആണല്ലോ, വെരി സിമ്പിൾ. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, ഈ വൃത്തത്തിലെ ഒരു ബിന്ദുവാണോ 0, 1? എടാ, അതിന് നമ്മൾ ആദ്യം ഈ ഇക്വേഷൻ, സർക്കിളിന്റെ ഇക്വേഷൻ എഴുതണം. എന്താണ്? വൃത്തത്തിന്റെ സമവാക്യം. ഞാൻ ഈ മലയാളാക്കി. വൃത്തത്തിന്റെ സമവാക്യം പറഞ്ഞേ. വൃത്തത്തിന്റെ സമവാക്യം, ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ എത്രയാണ് നമുക്ക് വൃത്തത്തിന്റെ സമവാക്യമായിട്ട് കിട്ടിയത്? എക്സ് മൈനസ്, ശ്രദ്ധിച്ചോ, എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 5 ആണോ? y മൈനസ് 5 തന്നെ, y മൈനസ് 5 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 കിട്ടണം. അതായത് നമുക്ക് ഇനി ഇവിടെ ഏത് പോയിന്റാ ചെക്ക് ചെയ്യേണ്ടത്? 0, 1 ആണ്. നമുക്ക് ചെക്ക് ചെയ്യേണ്ട പോയിന്റ് ഏതാണ്? 0, 1. മക്കളെ, ഇവിടെ എക്സിന് 0 എന്നും വൈക്ക് 1 എന്നും കൊടുത്തിട്ട് ഈ ഇക്വേഷൻ ചെയ്യുമ്പോൾ ഉത്തരം 25 കിട്ടുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, അതായത് ഈ എക്സിന്റെ വാല്യൂ 0യും വൈന്റെ വാല്യൂ 1ഉം ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ഈ ഇക്വേഷന്റെ ആൻസർ 25 കിട്ടുന്നുണ്ടെങ്കിൽ അർത്ഥം എന്താണ്? ഈ 0, 1 ഈ സർക്കിളിലെ ഒരു പോയിന്റ് ആണ്. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. അതായത് എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയറും y മൈനസ് 5 ഹോൾ സ്ക്വയറും ചെയ്താൽ എന്ത് കിട്ടണം? 25 കിട്ടണം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോവാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചോ, x minus 3 whole square plus y minus 5 whole square. ഇത് എത്രയും നോക്കാൻ പോവാ. എക്സിന് പകരം എന്ത് കൊടുക്കണം? എക്സിന് പകരം 0. അപ്പൊ 0 minus 3 whole square plus വൈക്ക് പകരം എന്ത് കൊടുക്കണം? 1 മൈനസ് 5 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 മൈനസ് 3 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് 5 എത്രയാണ്? മൈനസ് 4 ഹോൾ സ്ക്വയർ. എടാ, മൈനസിനെ സ്ക്വയർ ചെയ്താലും പ്ലസിനെ സ്ക്വയർ ചെയ്താലും ഉത്തരത്തിൽ മാറ്റണ്ടോ? ഇല്ല. അതായത് മൈനസ് 3ന്റെ സ്ക്വയറും പ്ലസ് 3ന്റെ സ്ക്വയറും തന്നെയാണ് 9. അപ്പൊ 9 പ്ലസ് 16, 9 പ്ലസ് 16 എത്രയാണ്? 25. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഉത്തരം നമുക്ക് എത്ര കിട്ടി? 25 കിട്ടി. അതായത് ഈ ഇക്വേഷനിൽ എക്സിന് 0, ഈ ഇക്വേഷനിൽ വൈക്ക് 1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഉത്തരം കിട്ടുന്നുണ്ട്. അതിനർത്ഥം 0, 1 എന്ന് പറയുന്ന പോയിന്റ് എവിടെയുണ്ട്? ഈ സർക്കിളിലെ ഒരു പോയിന്റ്, ഈ സർക്കിളിലെ ഒരു പോയിന്റ് ആണ്. ദാറ്റ് മീൻസ് 0, 1 ഈസ് എ പോയിന്റ് ഓൺ ദി സർക്കിൾ. 0, 1 എന്ന് പറയുന്ന പോയിന്റ് ഈ വൃത്തത്തിലെ ഒരു ബിന്ദുവാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ യെസ് എന്താണ് ഇത്? വൃത്തത്തിലെ ഒരു ബിന്ദുവാണ് എന്നാണ് അർത്ഥം. സെറ്റ് ആണല്ലോ മക്കളെ? അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് SSLC റിവിഷൻ ക്ലാസ്സില് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് SCRT മോഡൽ ക്വസ്റ്റ്യൻ സെറ്റ് ബിയിലെ ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരുപാട് കുട്ടികൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, നമ്മളത് ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മളിങ്ങനെ പാർട്ടായിട്ട് ചെയ്യാണ്. കുറെ കുട്ടികൾ കൂടുതൽ വേണമെന്നും കുറെ കുട്ടികൾ കുറച്ച് മതി, ഇതാകുമ്പോൾ പഠിക്കാൻ എളുപ്പമാണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരെ ഗുഡ് ബൈ.